ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിൽ ജർമ്മനിയുമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്ത്യ വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസിൽ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പുള്ളി പഴയൊരു പ്രോജക്റ്റാണ്, അതായത് 7-8 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സബ്മറൈൻ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 6-7 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പ്രോജക്റ്റാണ്. ഇന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6-7 വർഷമൊന്നുമില്ല, ഒരു 10 വർഷമെങ്കിലായിട്ടുണ്ടാവും. ജർമ്മനിയിൽ ടൈസൺ കോർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ പ്രോജക്റ്റ് ഇന്ത്യയിൽ നിന്നും ഏറ്റെടുത്തത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് സബ്മറൈൻ ബിൽഡ് ചെയ്ത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യക്ക് നൽകാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ഒരു കരാറാണിത്. പക്ഷെ അത് കുറേ കാലം കൊണ്ട് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ജർമ്മനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു താല്പര്യങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും മാറി മറിഞ്ഞിരിക്കുന്ന ലോകക്രമം അനുസരിച്ച് ജർമ്മനി ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ താല്പര്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിൽ ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ യൂറോപ്യൻ യൂണിയനെയാണ് ക്ഷണിച്ചിരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് വളരെ ശക്തമായ ബന്ധം യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരച്ച വരയിൽ അവരെ നിർത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച്, അതായത് നമ്മൾ ഒരു ടേബിളിൽ ഇരുന്ന് ചർച്ച നടത്തുന്ന ആൾക്കാരാണ്, അല്ലാതെ ഇവിടെ താഴ്ന്നവരും ഉയർന്നവരും അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പല തവണയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പല ഇൻ്റർനാഷണൽ ഫോറംസിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ജർമ്മനിക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വളർച്ച അത് ആർക്കും തന്നെ തടയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഒരു യൂറോപ്യൻ യൂണിയനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് UK ആയിക്കോട്ടെ, അതുപോലെ UK നമ്മളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അതുപോലെ ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇപ്പം സൈൻ ചെയ്തിട്ട് പ്രോസസ്സ് ഇപ്പം ഡെവലപ്പിങ്ങിലിരിക്കുകയാണ്. ഒരു 5-6 മന്ത്സിനുള്ളിൽ, ഇറ്റ് മീൻസ് നെക്സ്റ്റ് ജാനുവരിക്ക് മുൻപായിട്ട് തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഓക്കെ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ റെഫറൻഡംസ്, ഓരോ പോളിസി, ഓരോ എഗ്രിമെൻറ്റ്സ് ഒക്കെ പാസ്സായി കിട്ടാൻ വലിയ രീതിയിൽ സമയമെടുക്കുന്ന പ്രോസസ്സാണ് അവർക്കുള്ളത്. ഇന്ത്യയെക്കാളും സമയമെടുക്കും യൂറോപ്യൻ യൂണിയൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലുള്ള ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധികളല്ല, ആ രാജ്യത്തിന് ഉള്ളിലുള്ള നമ്മളുടെ MLA പോലത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, അതിനേക്കാളും അണ്ടർ സെക്രട്ടറി ലെവലിലുള്ള ആൾക്കാർ വരെ ഈ യൂറോപ്യൻ പാർലമെൻറ്റിൽ മെമ്പേഴ്സാണ്. ഓരോ രാജ്യങ്ങൾക്കും 100 കണക്കിന് മെമ്പേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ആൾക്കാർ കൂടി ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അവരുടെ വോട്ടിംഗ് സിസ്റ്റം എല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവരുടെ ടേബിളിൽ തന്നെ സ്വിച്ച് ഉണ്ട്, അത് അമർത്തിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വോട്ടിംഗ് ഒക്കെ നടക്കും. പക്ഷേ പല രാജ്യങ്ങളും വീറ്റോ ചെയ്യും, പലർക്കും വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും രാജ്നാഥ് സിംഗ് ആ പഴയ ആ പ്രോജക്റ്റിനെ തന്നെയാണ് എടുത്ത് ഇപ്പം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വിജയകരമായിട്ട് ജർമ്മനിയുമായിട്ട് സംസാരിച്ച് ആ പ്രോജക്റ്റ് വീണ്ടും പൊടിതട്ടിയെടുത്ത് അതിനെ ലൈം ലൈറ്റിൽ കൊണ്ടുവരികയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യക്ക് സബ്മറൈൻ ഷോർട്ടേജ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി. $8 ബില്യൺ മുടക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ കരാർ ജർമ്മനിയുമായിട്ട് പുതുക്കിയിരിക്കുന്നത്. ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ബോറിസ് പിസ്റ്റോറിയസ് ഇന്ത്യയിലുണ്ട്. പല ഘട്ടങ്ങളായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇപ്പം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഈ സബ്മറൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത് കേട്ടോ. $8 ബില്യൺ കച്ചവടമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ജർമ്മനിക്ക് വേറെ ആരും ഇങ്ങനത്തെ കരാറുകളൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇന്ത്യയാണ് ബിഗ്ഗസ്റ്റ് ഡിഫൻസ് പർച്ചേസ് നടത്തുന്ന ഒരു രാജ്യം, അതും കൂടി നമ്മളിവിടെ ചേർത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജർമ്മനിക്ക് കിട്ടിയ ഒരു ലോട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ചകൾ ധാരാളം നടക്കും, അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ കാര്യം നടക്കണം, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ സബ്മറൈൻ 75I എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റിനോടൊപ്പം തന്നെ ടൈപ്പ് 212 സബ്മറൈന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റും ഇതിനോടൊപ്പം തന്നെ ജർമ്മനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ പ്രോജക്റ്റായിട്ട് മാറ്റിയിട്ടാണ് ഈ $8 ബില്യൺ കരാർ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ TKMS ഷിപ്പ് യാർഡ് ജർമ്മനിയിൽ കെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയുടെ പ്രചൻഡ് ഹെലികോപ്റ്ററിനെ വളരെയധികം ഇന്ത്യ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മറ്റുള്ള ഒരു ഹെലികോപ്റ്റേഴ്സിനും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള, ഇമ്പോസിബിൾ തിങ്സ് പോസിബിൾ ആക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ഒരു മാനുഫാക്ചറിങ് ജമ്മാണ് ഈ ഹെലികോപ്റ്റർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രചൻഡ് ഹെലികോപ്റ്ററിനെ. തുടർച്ചയായിട്ട് റിഫൈനറികൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആഗോളതലത്തിൽ. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് പറയണം, ഇപ്പോൾ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ റിഫൈനറിയിൽ ഒരു ഗൺമാൻ ആ പൈപ്പ് ലൈനിൽ ഫയർ ചെയ്ത്
ആ ഓയിൽ റിഫൈനറിയെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. പുതുതായിട്ട് വന്ന സംഗതിയാണ്. ഇപ്പം എനർജി മേഖലകൾ നശിപ്പിക്കപ്പെടുക എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു ദുരന്തമാണ്. വലിയ തോതിലുള്ള കാർബൺ എമിഷനാണ്. ഒരു ക്രൈസിസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇനിയിപ്പോൾ റെയിൻ ആയാൽ തന്നെ ഈ ആസിഡ് റെയിനൊക്കെ വരും. അതാണ് ആ ഒരു ഏരിയയിലുള്ള സ്ഥിതിഗതികൾ. ആസിഡ് റെയിൻ മീൻസ് കെമിക്കൽ റെയിൻ വരും. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബലൂച്ചി ലിബറേഷൻ പാകിസ്ഥാനുമായിട്ട് കലിപ്പുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബലൂചിസ്ഥാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൊരുതുക. എന്നിട്ട് ഈ ഓയിൽ റിഫൈനറികളൊക്കെ അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ സ്വത്തായിട്ട് മാറ്റാവുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് വരുമാനമുണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സംഗതിയും കൂടിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ പോയി തകർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഒരു ലിബറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ആ രീതിക്ക് വേണം പൊരുതാൻ. അല്ലാതെ എനർജി മേഖലകളെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാര്യമില്ല എന്ന് വെച്ചാൽ നഷ്ടമാണ്. ബലൂചിസ്ഥാനിൽ തന്നെയാണ് നഷ്ടം. ഇന്ത്യയുടെ INS നിരീക്ഷക് ഈ ഷിപ്പ് ശ്രീലങ്കയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നേവൽ ഡ്രിൽ ശ്രീലങ്കയും നമ്മൾ തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് INS നിരീക്ഷക് ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല അഭ്യൂഹങ്ങൾ, പല ഫേക്ക് നെറേറ്റീവ്സ്, അതായത് അമേരിക്ക ഇറാൻ്റെ ഷിപ്പുകൾ 37ഓളം ഷിപ്പുകളെ വളരെ എളുപ്പത്തിൽ തന്നെ കടത്തി വിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ലെഫ്റ്റിസ്റ്റ് നെറേറ്റീവാണ്. അങ്ങനെ അമേരിക്ക ചെയ്യുന്നില്ല. അങ്ങനെ അമേരിക്ക ചെയ്യുന്നു എങ്കിൽ പിന്നെ ഇറാന് ചർച്ചയ്ക്ക് വരാൻ എന്ത് മടിയാണ്? ഒരു മടിയില്ലല്ലോ. പിന്നെ അവർക്ക് ബ്ലോക്കേഡ് എന്ന് പറഞ്ഞ് ഒരു ടേം അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ എന്ത് ബ്ലോക്കേഡാണ്? പിന്നെ ഇറാൻ എന്ത് ബ്ലോക്കേഡിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്? പിന്നെ ഇറാൻ്റെ IRGC ഇത്രമാത്രം ആക്രോശത്തോടു കൂടി മറ്റുള്ള രാജ്യങ്ങളിലെ ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്തിനാണ്? അവരുടെ ഷിപ്പുകൾ കടന്നു പോകുന്നെങ്കിൽ. അപ്പോൾ ഇത് സാധാരണ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇറാന്റെ വെപ്രാളവും ഇറാന്റെ വേവലാതിയും ഇറാനിന് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടവും അവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായ രീതിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വരില്ല, ബ്ലോക്കേഡ് എടുത്ത് മാറ്റണം, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും അമേരിക്ക പിൻവാങ്ങണം, അതുപോലെ തന്നെ ഇറാന്റെ പോർട്ടിലേക്ക് വരുന്ന ഷിപ്പുകളും അതായത് ഇറാൻ പോർട്ടിലേക്കുള്ള ഇൻഫ്ലോ ഔട്ട്ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കണം എന്നുള്ള നിർബന്ധവും വാശിയും പിടിക്കുന്നത്. അവരുടെ 37 ഷിപ്പുകൾ കടന്നു പോകുന്നെങ്കിൽ പിന്നെ ഇറാനിന് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫേക്ക് നറേറ്റീവ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ആ രാജ്യത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇറാനെതിരെ ശക്തമായ ബ്ലോക്കേഡാണ് അമേരിക്ക ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അമേരിക്ക. അതും കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇറാൻ തുടർച്ചയായി സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയ സ്ഥിതിക്ക് ഇത് സീസ് ഫയർ വയലേഷനാണ്. അതുപോലെ തന്നെ ഇറാൻ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ മെസ്സേജ്. ആ മെസ്സേജ് കൃത്യമായിട്ട് അമേരിക്ക ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പതിയെ പതിയെ ആക്രമണം തുടങ്ങാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഒരു തീരുമാനം ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്ക ആക്രമണം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിയറ്റ്നാം Su-57 സ്ക്വാഡ്രൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ വളരെ എഫക്റ്റീവായിട്ട് നടത്തുകയാണ് റഷ്യയുമായിട്ട്. Su-57 വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു എയർ പവർ കപ്പാസിറ്റി ഉയർത്താം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ലൈം ലൈറ്റിൽ നടക്കുന്നുണ്ട് വിയറ്റ്നാം റഷ്യയും തമ്മിൽ. അമേരിക്കയുടെ സെൻകോം പറഞ്ഞിരിക്കുന്നത് ഇതുവരെ 31 ഷിപ്പുകളെ അമേരിക്ക തടഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മോസ്റ്റ്ലി ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന ഷിപ്പുകളാണ്. 31 ഷിപ്പുകളെ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് അമേരിക്ക റിട്ടേൺ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച 31 ഷിപ്പുകളെ തടഞ്ഞ് ഹോർമോസിൻ്റെ ഉള്ളിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ നിരവധി ഷിപ്പുകളെ ഹോർമോസിലേക്ക് കടത്തി വിട്ടിട്ടില്ല. അതിൻ്റെ കണക്ക് വേറെയാണ്. ടിഫാനി എന്ന് പറഞ്ഞ ഓയിൽ ടാങ്കർ ഷിപ്പിനെ, അത് ഇറാൻ്റെ ഷിപ്പാണ്. ആ ഷിപ്പിനെ അമേരിക്ക പിടിച്ചെടുത്തത് ഇറാൻ വല്ലാത്ത രീതിയിലുള്ള വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷിപ്പിനെ പിടിച്ചതാണ് ഇറാൻ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വരാത്തതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് ഇറാൻ തന്നെ അങ്ങനെയാണ് അതിനെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 6 മാസം. ഇറാൻ്റെ പാർലമെൻറ്റിൽ ചർച്ച നടത്തിയതിൽ മെജോറിറ്റി MPമാർ, മെമ്പർ ഓഫ് പാർലമെൻറ്റേറിയൻസ്, ലോ മേക്കേഴ്സ്, അവർ പറയുന്നത് അമേരിക്കയുമായിട്ട് ചർച്ച വേണ്ടെന്നാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ് നമുക്ക് മൊത്തത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതേസമയം അവർ റീജിയണൽ ത്രെട്ട് കൊടുക്കുന്നുണ്ട്. റീജിയണൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വീണ്ടും വാൺ ചെയ്യാണ് ഇറാൻ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനാൻ്റെ ഉള്ളിൽ കനത്ത ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വൻ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെൻറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.